ഹലോ. അപ്പോൾ എന്നതാ വീണ്ടും ടെമുന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തത് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പോലെ തന്നെ കുറേ കൊളുത്തുകൾ. നമുക്കിവിടെ ആണിയൊന്നും തറയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ തൂക്കിയിടാനും അതിനും ആവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കൊളുത്ത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ട് കുറേ എണ്ണം കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ വാങ്ങിയതാണ് കണ്ണാടി. കഴിഞ്ഞ പ്രാവശ്യം കണ്ണാടി മേടിച്ചപ്പം എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിരുന്നു. ഇതും കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും പണി പാടിയെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത് 4 പീസായിട്ട് വയ്ക്കുന്നതായിരുന്നു, അതുകൊണ്ട് സീനില്ല. എങ്കിലും ചെറുതാണ്. ഈ 4 പീസായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി വെട്ടി വെട്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ്, ഒരു 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 മെനയില്ലാത്ത പോലെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു 4 പീസ് കണ്ണാടി, സ്ക്വയർ ഷേപ്പിൽ 4 പീസ് കണ്ണാടി ഒട്ടിച്ച് വെക്കുന്നതാണ് കേട്ടോ ഇത്. അതിൻ്റെ മുകളിലെ ഫിലിം ഇളക്കി കളയാനുള്ളതാണേ. പിന്നെ വാങ്ങിയത് വിച്ചുവിനൊരു ടങ് ക്ലീനർ, അത് വാങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ രംഗണ്ണൻ്റെ മോതിരം. ഇത് വിച്ചു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ. നമ്മൾ ഇത് ശരിക്കും ഉദ്ദേശിച്ചത് അടുക്കളയിലെ ഇതിനകത്ത് വെക്കാനായിട്ടാണ്. ഈ നമ്മുടെ വേസ്റ്റൊക്കെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ, ക്ലോഗ് ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ സാധനം കുറച്ച് വലിപ്പം കൂടുതൽ, നമ്മുടെ സിങ്ക് ചെറുതാണ്, അപ്പോൾ അതിനകത്ത് ഇരിക്കത്തില്ല ഇത്. അപ്പോൾ എന്തായാലും അത് മേടിച്ചത് അബദ്ധമായി. ഇത് മിക്കവാറും റിട്ടേൺ അടിക്കേണ്ടി വരും. പിന്നെ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സാധനത്തിന്. പിന്നെ വാങ്ങിയത് അതുപോലെ തന്നെ കൊളുത്ത്, നല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ കപ്പൊക്കെ തൂക്കിയിടാൻ പറ്റി, അത് നല്ല സാധനമാണ് കേട്ടോ. നല്ലപോലെ ഹോൾഡ് ചെയ്യാനുള്ള ഇതുണ്ട്. നമുക്ക് ഇച്ചിരി വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും തൂക്കിയിടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് കൂട്ട് ഒരു സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഫോണിന് ഒന്നാമത്തെ കാര്യം ചാർജിലായിരുന്നു. ഞങ്ങൾ പുറത്ത് പോകാനും നിൽക്കുകയായിരുന്നു. അപ്പം സാധനം കണ്ടപ്പോഴത്തേക്ക് നോക്കാതെ വയ്യ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ ഇത് കയ്യിലിടുന്ന സൈസ് കുറേ ബാൻഡുകൾ ഒരു സെറ്റാണ്. പിന്നെ ഇത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ലിഡുണ്ടല്ലോ, ലിഡിൽ ഒട്ടിച്ച് വെക്കുന്ന സാധനം. അതായത് ലിഡിൽ പിടിച്ച് തുറക്കാണ്ട് അതിൽ എക്സ്ട്രാ ഒരു സാധനം ഒട്ടിച്ച് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതിൻ്റെ തന്നെ മേളത്തെ ലിഡിൽ വെക്കാനുള്ള വേറൊരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇത് മേളത്തെ ലിഡിൽ വെക്കാനുള്ള പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സാധനം. അപ്പം അതാണിത്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇതെന്തായിരുന്നു, ഇത് നമ്മളുടെ അടുക്കളയിലൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണ്. സ്റ്റോറേജ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഡോറിൻ്റെ പുറകിൽ ഇത് തൂക്കിയിടാം, എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഓവനകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് അടപ്പില്ലായിരുന്നു, നമ്മൾ ഇത്രയും നാൾ അടപ്പില്ലാതെ വെച്ചിരുന്നത്. അപ്പം സാധനങ്ങളൊക്കെ നമുക്ക് അടച്ച് വെച്ചിട്ട് എടുക്കാനായിട്ട് ഇത് ഉള്ളതാണ് നല്ലത്. അടച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വാങ്ങിയ ഒരു അടപ്പാണ് ഇത്, ഓവൻ്റെ ഉള്ളിൽ വെക്കുന്ന അടപ്പ്. പിന്നെ വാങ്ങിയ സാധനമാണ് ഇത് ഡബിൾ സൈഡ് ടേപ്പ്. നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒട്ടിച്ച് വെക്കാനൊക്കെ ആയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ കത്തിക്ക് മൂർച്ച കൂട്ടാനുള്ള സാധനം. കത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനൊരു തുള്ളി പോലും മൂർച്ചയില്ല ഇപ്പോൾ. അപ്പോൾ അതിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സംഭവം. ഇതും ഒരു ഹാങ്ങർ പോലത്തെ സംഭവം തന്നെയാണ്. നമ്മൾക്ക് ഡോറിൻ്റെ പുറകിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. എന്നിട്ട് നമ്മളുടെ ജാക്കറ്റ്, ബാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും. നമുക്കിവിടെ അല്ലാതെ വേറെ, അല്ലെങ്കിൽ പിന്നെ നിലത്തൊക്കെ തന്നെ ആയിട്ട് വയ്ക്കേണ്ടി വരും, ആണിയോട്ട് അടിക്കാനും പറ്റത്തില്ല. സോ ഇങ്ങനത്തെ സാധനം വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാങ്ങറും. പിന്നെതാ ഇത് നമ്മളുടെ ബാത്ത് ടബിനകത്തൊക്കെ നമ്മുടെ മുടിയൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഫസ്റ്റായിട്ട് ഈ സാധനം അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ നെയിൽ കട്ടറും ചെറിയ കത്രികയും പിന്നെ നമുക്ക് അങ്ങനത്തെ ക്ലീനിങ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് തുറക്കാൻ ആദ്യം അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് തുറന്ന് കിട്ടിയതാണ്. കണ്ടോ, നല്ല രസമില്ല ഈ സാധനം, കൊള്ളായിരുന്നു കേട്ടോ. ഇത് സംഭവം നൈസായിരുന്നു. ഇത്രയും സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടി 16 പൗണ്ടിൽ താഴെ ആയിട്ടുള്ളൂ കേട്ടോ പ്രൈസ്. അപ്പോൾ സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.